ഹൈ ഗൈസ്, കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം പരമ്പരാഗതമായ രീതിയിൽ വഴുതന കൃഷി. അതായത് നമ്മളിപ്പോൾ 2 വർഷമായി ഈ വഴുതനയുടെ സീഡ് എടുത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഹൈബ്രിഡ് സീഡ് ചെയ്യുന്നില്ല. ഇത് പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷി ആയതുകൊണ്ട് ഇതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പഴുത്ത് കിടക്കുന്നത് സീഡിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇതൊരു പച്ച വഴുതനയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. വഴുതന ഒരു അടുക്കളത്തോട്ടത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത വിളയാണ്. വഴുതനങ്ങ അഥവാ കത്തിരിക്ക എന്ന് പറയും. അതായത് സാമ്പാർ, അവിയൽ എന്നിവയിൽ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഉപ്പേരി, മെഴുക്ക് പുരട്ടി, തോരൻ, തീയൽ, വറുത്തരച്ച കറി ഇവ ഉണ്ടാക്കാനും നല്ലതാണ്. പിന്നെ വഴുതന കൃഷി താരതമ്യേന എളുപ്പമാണ്. അതായത് ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ 3 വർഷം 4 വർഷം വരെയൊക്കെ വിളവെടുക്കാൻ സാധിക്കും. അധികം പരിചരണം ഒന്നും ആവശ്യമില്ല. ഒരുപാട് ഇനം വഴുതന ലഭ്യമാണ്. അതുപോലെ സേത എന്ന് പറയുമ്പോൾ വെളുത്ത കളറ്, ഇടത്തരം നീളം, പിന്നെ ഹരിത, അതൊക്കെ നാടൻ ഇനാണ്. ഇളം പച്ച നല്ല നീളമുള്ളതാണ്. പിന്നെ നീലിമ, സൂര്യ, വയലറ്റ് നിറമുള്ളത്, അത് ഉരുണ്ട ടൈപ്പാണത്. ഇവയാണ് ചില വഴുതന ഇനങ്ങൾ. അതായത് വിത്ത് വാകിയാണ് വഴുതന തൈകൾ മുളപ്പിക്കുക. മൂപ്പത്തിയ കായകൾ പറിച്ചെടുത്ത് അതിലെ വിത്ത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കണം. വിത്തുകൾ തീരെ ചെറുതാണ്. വിത്ത് ശേഖരിക്കാൻ എളുപ്പം ആയിട്ടുള്ളൊരു പണിയുണ്ട്. അതായത് മൂത്ത കായ്കൾ എടുത്തിട്ട് നടുവെ മുറിക്കണം. എന്നിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വിത്തുള്ള ഭാഗം അതിലേക്ക് ഇടുക. നന്നായി കഴുകി അവശിഷ്ടങ്ങൾ എല്ലാം പെറുക്കി കളഞ്ഞിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളയുക. വിത്തുകൾ ഉണക്കി സൂക്ഷിക്കുക. പിന്നെന്ന് വെച്ചാൽ വിത്തുകൾ പാകുന്ന രീതി എന്ന് വെച്ചാൽ അതായത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വഴുതന കൃഷിക്ക് ഏറ്റവും ഉചിതം. പാകേണ്ട വിത്തുകൾ എടുക്കുക. ഒരുപാട് എടുക്കേണ്ട, നമുക്ക് ഒരു 10 മൂട് ആവശ്യമുണ്ടെങ്കിൽ ഒരു 50 എണ്ണം എടുക്കുക. അതായത് എടുക്കുന്ന വിത്ത് കംപ്ലീറ്റ് കിളിക്കില്ല. വളരെ നൈസായ വിത്താണ്. ഒരുപാട് വേസ്റ്റായി പോകും. അതുകൊണ്ട് എല്ലാം മുളയ്ക്കത്തില്ല. പിന്നെ മുളച്ചു വരുന്നതിൽ നല്ല ആരോഗ്യമുള്ളതും നല്ല രോഗമൊന്നും പിടിപെടാത്തത് മാത്രം എടുത്ത് നടുക. ഈ വഴുതന കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമതായിട്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണിത് നടേണ്ടത്. ഒരു 8 മണിക്കൂറെങ്കിലും ഇതിന് വെയിൽ കിട്ടണം. ഒരു 38 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് വേണം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ മാത്രം നടുക. അത് ഹരിത, നീലിമ, ഇതൊക്കെ നാടനായിട്ടാണ്. ഇതൊക്കെ വേര് ചെയ്യല്, ബാക്ടീരിയ വാട്ട, ഇതൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഏറ്റവും നല്ല ഇനങ്ങളാണ്. അതുപോലെ തന്നെ ഈർപ്പം കുറവ് വളരെ ആവശ്യമുള്ള ഒരു കൃഷിയാണ് വഴുതിന. കൂടിയാൽ പല രോഗങ്ങളും പിടിപെടും. അതായത് ഈർപ്പം കൂടിയാൽ തണ്ട് തുരപ്പൻ, വേര് ചെയ്യല് ഒക്കെ ഇതിന് പെട്ടെന്ന് പിടിപെടും. പിന്നെ ജലസേചനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു നവംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെ ഒരു 4 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള സമയത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അത്രയും ചൂട് ആഗ്രഹിക്കുന്ന ഒരു വിളയാണ് ഈ വഴുതന എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വഴുതന കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ തന്നെയാണ്. കാരണം വെച്ചാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ വഴുതന നടാതിരിക്കുക. കാരണം വെച്ചാൽ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 4 വർഷമൊക്കെ വരും. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നട്ടാൽ തന്നെ ആ കൃഷി രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ വഴുതന ഒരു പ്രാവശ്യം വഴുതന ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വേറെ ഏതെങ്കിലും കൃഷി അടുത്ത പ്രാവശ്യം ചെയ്യണം. അതുപോലെ തന്നെ നടുമ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ ഇടയകലം, ഒരു 90 സെൻറ്റിമീറ്റർ വരികൾ തമ്മിലുള്ള അകലം ആണ് ഈ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ വഴുതനയിൽ വിളഞ്ഞ വിത്തിൽ നിന്നെടുത്ത തൈയാണിത്. ഏകദേശം 10 ദിവസം പ്രായമായ തൈയാണ് ഈ നടുന്നത്. നമ്മൾ ബെഡ് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. വളമൊക്കെ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും
ഒക്കെ ഇട്ട് നല്ല ഫില്ലാക്കിയിട്ടിരിക്കുന്ന ബെഡിലാണ് നമ്മളിപ്പോൾ ഈ ഇത് നടുന്നത്. പ്രിസിഷൻ ഫാമിംഗ് ആണ് നമ്മൾ നടത്തുന്നത്. മൾച്ചിങ് ഷീറ്റ് ഇട്ട് ഇത് ഇപ്പോൾ ആദ്യത്തെ ഒരു കൃഷി കഴിഞ്ഞ് ഇപ്പോൾ ഫസ്റ്റ് കൃഷി കഴിഞ്ഞ് രണ്ടാമത്തെ കൃഷിയിലേക്കുള്ള ഒരു ഷീറ്റാണിത്. വഴുതന കൃഷി ഒരു 45 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് പൂവിട്ട് തുടങ്ങും. ഒരു 60 ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് ഇതിന് വഴുതന കായെടുക്കാൻ സാധിക്കും. നല്ല വിളവ് തരുന്ന ഒരു ഇനമാണിത്. നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഹരിതയാണ്. അതായത് വരികൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലത്തിലും ചെടികൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലത്തിലും നടാം. അടുത്തതായിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ വയ്ക്കാൻ പോവുകയാണ് വഴുതന തൈ. അതായത് നമ്മൾ വേപ്പ പിണ്ണാക്ക്, എല്ലുപൊടി, മരോട്ടി പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതുപോലെ തന്നെ റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ആക്കിയിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗാണിത്. അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്താണ് നമ്മളിപ്പോൾ അടുത്ത വഴുതന നടാൻ പോകുന്നത്. അതായത് ഗ്രോ ബാഗിലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ 2 സൈസാണ്. എൻ്റെ ജലസേചനം ചെയ്യുന്നത് കണ്ട. ഇപ്പോൾ റെഡ് ലേഡി പപ്പായ വെച്ചിട്ടുണ്ട്, വഴുതനയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ട്രിപ്പ് ഇറിഗേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഇതിൻ്റെ ചുവട്ടിൽ വന്ന് നനയ്ക്കാനായിട്ട് വരേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വെച്ച് നമ്മൾ ഗ്രോ ബാഗ് നല്ല നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ സൗകര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും ഗ്രോ ബാഗ് മാറ്റണമെങ്കിൽ മാറ്റി അങ്ങോട്ട് വെക്കാം. ഇതും അത് തന്നെ നമുക്ക് കണ്ട ഇങ്ങനെ പൊക്കിയെടുത്ത് മാറ്റാവുന്നതാണ്. കണ്ട, ഇത് ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ഇത് എടുത്ത് മാറ്റി കൃഷി അങ്ങോട്ടേക്ക് മാറ്റാൻ. ഇത് നമ്മൾ ഇതിന്റെ തടമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസൗകര്യം, പിന്നെ ഇതിന്റെ പുല്ലൊക്കെ പറിച്ച് മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് കണ്ട ഇതിങ്ങനെ മാറ്റിയെടുക്കാം. ഇത് മൊത്തത്തിൽ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നമുക്കിത് അടുത്ത സ്ഥലത്തേക്ക് വയ്ക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളം വളരെ കുറച്ച് ചിലവാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോർവെല്ലിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. വളരെ കുറച്ചുള്ള വെള്ളമാണ് ഇപ്പോൾ വരുന്നത്. കണ്ട, ഇതിപ്പോൾ 6 mm പൈപ്പിലൂടെയാണ് നമ്മളിപ്പോൾ 16 mm പൈപ്പ് വന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ 6 mm പൈപ്പ് ആയിട്ട് ചെറുതാക്കിയിട്ട് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ചാക്കിനകത്തും ഉപയോഗിക്കാൻ പറ്റുമേ. ഈ ഗ്രോ ബാഗിന് പകരം ചെറിയ ചാക്കുണ്ടെങ്കിലും നമുക്ക് പൊക്കം കുറഞ്ഞ ചാക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് സിമെന്റ് ചാക്കിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഗ്രോ ബാഗ് അതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. വളം അതിനകത്ത് നിറച്ചിട്ട് ചെയ്യാം. ഇപ്പം ഇതിനകത്ത് നമ്മൾ ചീര വരെ നട്ടിട്ടുണ്ട്. കണ്ട, ചീരയും നട്ടിട്ടുണ്ട്. ഇപ്പം ചീര എന്ന് പറയുമ്പോൾ നമുക്കൊരു 28-30 ദിവസം ആകുമ്പോഴത്തേന് ചീരയുടെ വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ചീരയുടെ വിളവെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വഴുതന എന്ന് പറയുമ്പോൾ ഒരു 45 ദിവസം ആകുമ്പോഴത്തേന് പൂവിട്ട് തുടങ്ങും. ഒരു 60 ദിവസം ആകുമ്പോഴത്തേനൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കായ പറിച്ചെടുക്കാൻ സാധിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് പപ്പായയുടെ വിളവെടുക്കാം. പപ്പായ സാധാരണ ഒരു 2 വർഷം വരെയൊക്കെ ഇത് ഈ റെഡ് ലേഡി പപ്പായ നിൽക്കും. ഇത് ഹൈബ്രിഡാണ് ഇത് വെച്ചേക്കണത്. നമ്മൾ എല്ലാ ഐറ്റംസും ഒന്നും ഹൈബ്രിഡ് അല്ല വെച്ചിരിക്കുന്നത്. ചില ഐറ്റംസൊക്കെ ഇപ്പോൾ വഴുതന ഹൈബ്രിഡ് അല്ല വെച്ചേക്കണത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വെണ്ട ഹൈബ്രിഡ് അല്ല വെച്ചിരിക്കുന്നത്. അങ്ങനെ ചില ഐറ്റംസ് ഒക്കെ കപ്പ നട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ലോക്കൽ വെറൈറ്റിയാണ്, 7 മാസമൊക്കെ കൊണ്ട് വിളയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലവ് കുറച്ച് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ആശയം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വീഡിയോയുമായി വരുമ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.